നമ്മൾ ഇനിയിപ്പോൾ ഇത്ര നേരം എൻ്റെ കൂടെ നിന്ന ഷഹദിനെ കാണാനില്ല. ഞാൻ കുറേ നേരം അന്വേഷിച്ചു. അപ്പോഴാണ് പറയുന്നത് വൃന്ദവാദ്യം കേൾക്കാൻ പോയിരിക്കുകയെന്ന്. അപ്പോൾ ഷഹദ് അവിടെ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. ഷഹദ്, വേർ ആർ യു ഷഹദ്? ഹലോ, നമസ്കാരം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു അടിപൊളി മാസ് പെർഫോമൻസ് ആണ്. പെർഫോമൻസ് മാത്രമല്ല, കുറച്ച് സർപ്രൈസും ഒക്കെ ഇൻക്ലൂഡഡ് ആണ് ഈ പെർഫോമൻസിൽ. നമുക്കൊപ്പം ഉള്ളത് നല്ല കിടുക്കിലൻ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന തൃശ്ശൂരിൽ നിന്നുള്ള കുട്ടികളാണ്. സ്കൂളിൻ്റെ പേരെന്താ? യെസ്. അപ്പം നിങ്ങളെ ഈ മ്യൂസിക് പഠിപ്പിക്കുന്ന അധ്യാപകൻ്റെ വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഏതൊക്കെയോ ഐറ്റത്തിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. അപ്പം നിങ്ങൾ എത്ര വർഷമായി ഇവിടെ വരുന്നു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ? ഞാൻ കഴിഞ്ഞ കൊല്ലം. നിങ്ങളെ ടീമോ, സ്കൂളിൽ നിന്നുള്ള ടീമോ? കഴിഞ്ഞ കൊല്ലം. ഓക്കെ. അപ്പോൾ എന്തായാലും കഴിഞ്ഞ കുറേ അധികം വർഷങ്ങളായിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സാന്നിധ്യം അറിയിക്കുന്ന സ്കൂളാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവരുടെ ഒരു പവർഫുൾ പെർഫോമൻസ് കാണണം. അതിനുശേഷമാണ് ഞാൻ പറഞ്ഞിട്ടുള്ള സർപ്രൈസ്. അപ്പം പെർഫോമൻസിലേക്ക്. അടിപൊളി. ഒരു നല്ല കയ്യടി എടുക്കും. ഈ കയ്യടി പോരാ, കാരണം നല്ല വെയിലാണ് ഇവിടെ കൂടി നിൽക്കുന്ന എല്ലാവർക്കും അറിയാം.
അപ്പം ആ വെയിലിനെ ഒക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇത്രയും നല്ല പെർഫോമൻസ് ഇവർ കാഴ്ചവെച്ചിട്ടുള്ളത്. കഴിഞ്ഞ കുറേ അധികം വർഷം, ഏകദേശം 2017 മുതൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്ഥിരമായിട്ട് സാന്നിധ്യം അറിയിക്കുന്ന സ്കൂളാണ്. ഇവരുടെ അധ്യാപകൻ്റെ നിരവധി വിദ്യാർത്ഥികൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. ഏകദേശം 6 A ഗ്രേഡാണ് ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇവരുടെ അധ്യാപകൻ സ്വന്തമാക്കിയിട്ടുള്ളത്. അതിന് ഒരുപാട് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള സ്കൂളാണ്. അപ്പം ഈ മിടുക്കികളെ സംബന്ധിച്ചിടത്തോളം അഭിമാന നിമിഷം കൂടിയാണ് ഈ സ്കൂൾ കലോത്സവം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓടിച്ചിട്ട് എല്ലാവരുടെ പേരും കൂടി ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, പേര്? ജാനിയ, അന്ന, ആൻഡ് മേരി, പൂജ, ഋതു, അഭിരാമി, അന്ന ഗ്രേസ്. ഓക്കെ, അന്ന ഗ്രേസ്. എനിക്ക് തോന്നുന്നു അന്നയെ ഞാൻ കഴിഞ്ഞ തവണ കണ്ടിട്ടുണ്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കൊല്ലത്ത്. അപ്പോൾ ഞാൻ നിങ്ങൾ അധ്യാപകനോട് ചോദിക്കുകയായിരുന്നു ഈ കൊച്ച് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നോ എന്നുള്ളത്, അല്ലേ? അപ്പോൾ അന്ന ഇങ്ങ് വന്നേ, അന്ന വന്നേ, വാ. എന്താ അന്ന മുഖത്തൊരു ചിരിയൊക്കെ? ഓക്കെ, അപ്പം എത്ര വർഷമായി നിങ്ങളിപ്പം ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു? ഞങ്ങൾ ഈ ഒരു പോർഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ട് സ്കൂൾ തുടങ്ങിയപ്പോൾ തൊട്ട് പ്രിപ്പയർ ചെയ്തതാണ്. ഞങ്ങൾ രാവിലെ 9 മണിക്ക് പ്രാക്ടീസിന് കയറിയ പിന്നെ വൈകിട്ട് 9:30 വരെ പ്രാക്ടീസാണ്. എല്ലാ ദിവസവും ഞങ്ങൾ ഇങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യണത്. പിന്നെ ഞാൻ ഈ ഓർക്കസ്ട്രയിൽ വന്നിട്ട് ഇപ്പോൾ എൻ്റെ 8th സ്റ്റാൻഡേർഡ് 9th സ്റ്റാൻഡേർഡ് 10th സ്റ്റാൻഡേർഡ് ഞാൻ 3 വർഷമായി ഓർക്കസ്ട്ര ചെയ്യുന്നു. അപ്പോൾ കഴിഞ്ഞ പോലെ ഇക്കൊല്ലം സ്റ്റേറ്റ് പോകാൻ പറ്റി, ഭയങ്കര സന്തോഷം. ഞാൻ ഈ മുഖം ഇങ്ങനെ തിരയുമായിരുന്നു, ഈ മുഖം എനിക്ക് നല്ല പരിചയം ഉണ്ടെന്നല്ല, നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം അങ്ങനെയാണ്. അപ്പം നല്ല മിടുക്കികളാണ്, സ്കൂളിന് അഭിമാനമാണ്, നാടിന് അഭിമാനമാണ്. അപ്പം അന്ന, ഇന്നൊരു പ്രത്യേകതയുള്ള ദിവസമാണ്. എന്താണ് ഇന്നത്തെ ദിവസത്തിന് എന്താ പ്രത്യേകത? എന്താ? അന്നയുടെ ബർത്ത്ഡേ ആണ്. അന്നയുടെ ബർത്ത്ഡേ ഉള്ള ദിവസമാണ് അന്നയ്ക്ക് A ഗ്രേഡ് അല്ലെങ്കിൽ നല്ല മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചാൽ. അപ്പം നമുക്ക് ഈ ബർത്ത്ഡേ ഒന്ന് ആഘോഷിക്കണ്ടേ? ഒന്ന് ഉറക്കനെ പറഞ്ഞേ, ആഘോഷിക്കണ്ടേ? ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ ഒരു ചരിത്രം കൂടി സൃഷ്ടിക്കാൻ പോവുകയാണ്. ഈ ചാനലുകളുടെ സ്റ്റുഡിയോയിൽ അല്ലെങ്കിൽ ചാനലുകളുടെ പവലിയനിൽ ആദ്യമായിട്ടൊരു പിറന്നാൾ ആഘോഷം കൂടി നടത്താൻ പോവുകയാണ്. അല്ലെങ്കിൽ ഈ കലോത്സവം അത് അവർക്ക് ഇരട്ടി മധുരമാണ്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാം, കേക്കൊക്കെ മുറിച്ച് നല്ല അടിപൊളിയായിട്ട്. അപ്പം നമ്മുടെ ടീം, ചാക്കോയും ടീമും അപ്പം നമ്മുടെ മോക്ക് വേണ്ടിയിട്ട് ഈ പിറന്നാൾ ഇരട്ടി മധുരമാക്കാൻ പോവുകയാണ്. നമ്മളെ ക്യാമറമാരൊക്കെ റെഡിയാണ്. അപ്പം ക്യൂ മ്യൂസിക്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ അന്ന, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി മാഷേ ഹാപ്പി ബർത്ത്ഡേ ഡിയർ അന്ന, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഒരു നല്ല കൈയ്യടി എടുക്കുക എല്ലാവർക്കും. ഹാപ്പി ബർത്ത്ഡേ ടു യു. അമ്മ വാ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ അന്ന. Birthday to you. Happy birthday to you. Happy birthday to dear one. Happy birthday to you. From good friends and true. From old friends and new. May good luck go with you and happiness too. അപ്പം ഇത്രയും സന്തോഷം ജീവിതത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ അതായത് ഇത്രയും ഒരു വലിയ ചരിത്രത്തിന് സാക്ഷിയാകുന്ന ഒരു വേള, അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു സ്ഥലം, ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് ഒരു പിറന്നാൾ ആഘോഷം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇത്രയേ ഉള്ളൂ എക്സ്പ്രഷൻ. സന്തോഷം. നല്ലൊരു കയ്യടി കൊടുത്തേ. അന്ന ഇമോഷണലാണ്. അപ്പോൾ എന്തായാലും
അപ്പം അന്ന ഭയങ്കര ഇമോഷണലാണ്. ഇത്രയും നല്ലൊരു പിറന്നാൾ ആഘോഷം അന്നയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വലിയ ഒരു ഭാഗ്യമാണ്. നല്ല ഇരട്ടി മധുരമാണ് ഈ പിറന്നാൾ. കാരണം ഈ തവണ മത്സരത്തിൽ പങ്കെടുത്തു, നല്ല മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാൻ പറ്റി, നല്ല വിജയം സ്വന്തമായി, അതിനിടയിൽ ഒരു പിറന്നാൾ ആഘോഷവും. അപ്പോൾ എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് അടുത്ത വർഷം കാണണം. ഓക്കെ, അപ്പോൾ ഒരു നല്ല കയ്യടി. നിങ്ങളുടെ സ്കൂളിലെ ഒരു പേരും കൂടി ആർപ്പ് വിളിച്ചിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. റെഡി? സ്കൂളിൻ്റെ പേരെന്താ? ആർപ്പോ ആർപ്പോ ആർപ്പോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.